ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്തത്. ഈ ക്ലാസ്സിൽ നമുക്ക് ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ബാക്ക് പാർട്ടിൻ്റെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ ആ ക്ലാസ് കണ്ടതിന് ശേഷമായിരിക്കണം ഈ ക്ലാസ് കാണുന്നത്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പം എന്താണ്, നമ്മൾ ബാക്ക് പാർട്ടിന് എടുത്ത പോലെ തന്നെ താഴെ വീതിക്കനുസരിച്ച് തുണി മടക്കി, എന്നിട്ട് 2-3 സ്ഥലത്ത് അതിൻ്റെ അളവ് കറക്റ്റാണോ നോക്കി, പിന്നെ രണ്ടാമതായിട്ട് അതിൻ്റെ ലെങ്ത്ത് എടുത്തു, പിന്നെ മൂന്നാമതായിട്ട് ഷോൾഡർ മാർക്ക് ചെയ്തു, നാലാമതായിട്ട് ചെസ്റ്റ് ലൈൻ വരച്ചു, പിന്നെ ചെസ്റ്റ് ലൈനിൻ്റെ വിഡ്ത്ത് എടുത്തു, പിന്നെ അതിന് ശേഷം വേസ്റ്റ് ലൈൻ വരച്ചു, വേസ്റ്റ് ലൈനിൻ്റെ വിഡ്ത്ത് എടുത്തു. ഇത് രണ്ടും മുകളിൽ നിന്ന് താഴേക്കാണ് എടുത്തത്, ചെസ്റ്റ് ലൈനും വേസ്റ്റ് ലൈനും. അതിനുശേഷം ഹിപ്പ് ലൈൻ താഴെ നിന്ന് മുകളിലേക്ക് വരച്ചു, അതിൽ ഹിപ്പിൻ്റെ വിഡ്ത്തും എടുത്തു. പിന്നെ ഇതൊക്കെ ജോയിൻ ചെയ്തു, അതായത് ഷോൾഡറിന് സ്ട്രെയിറ്റ് താഴോട്ട് വരച്ചിട്ട് കൈക്കുഴിക്കുള്ള ഭാഗം മാർക്ക് ചെയ്തു. പിന്നെ ചെസ്റ്റും വേസ്റ്റും ജോയിൻ ചെയ്തു, വേസ്റ്റും ഹിപ്പും ജോയിൻ ചെയ്തു, ഹിപ്പും താഴെ വീതിയും ജോയിൻ ചെയ്തു. പിന്നെ നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തു, നെക്കിൻ്റെ ലെങ്ത്ത് എടുത്തു. ഫ്രണ്ട് പാർട്ടിൻ്റെ ലെങ്ത്താണ് ഇത്. ബാക്ക് പാർട്ടാകുമ്പോൾ കുറച്ച് ഇറക്കം കുറവായിരിക്കും. പിന്നെ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം ഒരു 1/2 ഇഞ്ച് ചെരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ, അതും മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ഗ്രാഫ് വരച്ച ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഫ്രണ്ടിലെ കൈക്കുഴി കുറച്ചും കൂടി കൂടുതൽ കുഴിച്ച് കട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് കൈ ഒരു പിടുത്തം ഉണ്ടാവും. ബാക്കിലെ പോലെയല്ല നമ്മളെ ഫ്രണ്ട് ഭാഗം, അതുകൊണ്ട് തന്നെ കുറച്ച് ഒന്ന് കൂടുതൽ കുഴിച്ച് കട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഫ്രണ്ടിലെയും നമുക്കിപ്പോൾ റൗണ്ടാണ് വേണ്ടെങ്കിൽ ജസ്റ്റ് ഇതിനെ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി, ബാക്കിൽ നമ്മൾ ഷേപ്പ് ചെയ്ത പോലെ തന്നെ. പക്ഷേ ഇപ്പോൾ നമ്മൾ വേറൊരു കഴുത്താണ് ഇതിൽ പഠിക്കുന്നത്, അതായത് സ്ക്വയർ കഴുത്ത്. അപ്പോൾ അതിൻ്റെ ഇതും കൂടി ഇതിൽ കാണിച്ചു തരാം. അപ്പോൾ ഈ കൈക്കുഴീൻ്റെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഗ്രാഫ് ആദ്യം നോക്കി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് എളുപ്പമായിരിക്കും. അതായത് നമുക്ക് ഈ നമ്മൾ ഒരു എൽ ഷേപ്പ് വരച്ചിട്ടുണ്ടല്ലോ, ആ പോയിന്റിൽ നിന്ന് 1 ഇഞ്ച് ലെഫ്റ്റിലേക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഇത് വേറെ കളറാണ് ഇത് മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ ഈ 1/2 ഇഞ്ച് ചെരിച്ച് വരച്ചിട്ടുണ്ടല്ലോ, അവിടുന്ന് ഈ 1 ഇഞ്ചിലേക്ക് ഒന്ന് വരച്ചു കൊടുക്കാം. അത് ഏറ്റവും മീത്തൊന്നല്ല വരക്കേണ്ടത്, നമ്മൾ ഈ 1/2 ഇഞ്ച് ചെരിച്ച് അവിടുന്നാണ് വരക്കേണ്ടത്. ഇനി ഇതിൻ്റെ ഹാഫ് മാർക്ക് ചെയ്യാം. ഹാഫ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു കറക്റ്റ് ഹാഫ് ആവണമെന്നില്ല, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും വലിയ പ്രശ്നമില്ല, ചെറിയൊരു വ്യത്യാസമൊന്നും, ഏകദേശം ഹാഫ്. അതിനുശേഷം ഇത് ഷേപ്പ് വരച്ചു കൊടുക്കുക. ഈ കേവ് വരക്കേണ്ടത് ഞാൻ പറഞ്ഞു, നിങ്ങൾ വെറുതെ എൽ ഷേപ്പ് വരച്ചിട്ട് ഇങ്ങനെ പെൻസിലിനോടോ അല്ലെങ്കിൽ പെന്നോടോ ഇങ്ങനെ ജസ്റ്റ് ഒരു 3-4 എണ്ണം വരച്ച് പഠിച്ചാൽ ഇത് എളുപ്പത്തിൽ വരക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെ, അപ്പോൾ നമ്മൾ ബാക്കിലിത് വരച്ചത് ഇവിടുന്നാണ്, ഫ്രണ്ടിലത് കുറച്ചും കൂടി കുഴിഞ്ഞ്, അപ്പോൾ ഒരു ഇത്രയും കൂടി, ഇപ്പോൾ മറ്റേതാണെങ്കിൽ ഇങ്ങനെയാണ് പോകുന്നത്, അപ്പോൾ അതിനേക്കാളും കൂടുതൽ ഇതിൻ്റെ കൈക്കുഴി കട്ട് ചെയ്ത് വരച്ച്, ഇനിയിപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ പോയി കിട്ടും. ഇനി ഇപ്പോൾ കഴുത്തിൻ്റെ വ്യത്യാസം, കഴുത്ത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ സ്ക്വയർ ഷേപ്പായി, പക്ഷേ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്താൽ നമ്മളെ കഴുത്ത് ഇങ്ങനെ ഒരു മലർന്ന പോലെ തോന്നും, ഒരു വൃത്തി ഉണ്ടാവില്ല, ഒരു ഒതുക്കം ഉണ്ടാവില്ല. അപ്പോൾ അത് ഒരു ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/2 ഇഞ്ച്, ഇതിപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് ഒരു 2.5 ആയതുകൊണ്ട് ഞാൻ 1/2 ഇഞ്ച് ഇങ്ങോട്ട് എടുത്തിട്ടുള്ളൂ. പക്ഷേ നിങ്ങളിപ്പോൾ വിഡ്ത്ത് കുറച്ചും കൂടി കൂടുതൽ 3-3.5 ഒക്കെ ആണെങ്കിൽ ഒരു 1 ഇഞ്ച് എടുക്കുക ഇങ്ങോട്ട്. അതിന് ശേഷം ഇങ്ങനെ ഈ വിഡ്ത്ത് മാർക്ക് ചെയ്ത് അവിടുന്ന് ഈ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടല്ലോ നമ്മൾ 1/2 ഇഞ്ച്, അതിലേക്ക് ഒന്ന് വരച്ചു കൊടുക്കാം. ഇങ്ങനെ വരക്കാം. അപ്പോൾ നമുക്ക് കൈക്കുഴിയിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലായി, കഴുത്തിൻ്റെ വ്യത്യാസം എന്താണെന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് നമുക്ക് കട്ട് ചെയ്യാൻ തുടങ്ങുന്നത് ഈ ഭാഗത്തുനിന്ന് അങ്ങനെ പോയാലും കുഴപ്പമില്ല, താഴെ നിന്ന് മുകളിലേക്ക് വന്നാലും പ്രശ്നമില്ല. അപ്പോൾ കഴിഞ്ഞതിൽ ഞാൻ താഴെ നിന്ന് മുകളിലേക്കാണ് വന്നത്, പ്രാവശ്യം ഇവിടുന്ന് തുടങ്ങാം. അപ്പോൾ ഈ കഴുത്ത് കട്ട് ചെയ്യുമ്പോൾ നല്ലോണം ഒന്ന് ശ്രദ്ധിക്കുക, അതായത് കൂടുതൽ കട്ട് ചെയ്ത് പോവാതിരിക്കുക. കത്രിക കൊണ്ട് ചെറുതായിട്ട് ഈ പോയിൻ്റ് എത്തുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ച് അവിടെ നിർത്തുക, ഉണ്ടോ, ഈ 1/2 ഇഞ്ചിൻ്റെ അവിടെ നിർത്തി കൊടുക്കുക. പിന്നെ സ്ട്രെയിറ്റ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി.
നമുക്ക് ഫ്രണ്ട് പാർട്ടും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പിന്നെ അടുത്ത ക്ലാസ്സിൽ കൈയാണ് കട്ട് ചെയ്യാനുള്ളത്. പിന്നെ ഇതിൽ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഒന്ന് നമ്മളിപ്പോൾ ഹിപ്പിൻ്റെ വിഡ്ത്ത് എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ നമ്മളിത് ഈ താഴെ വീതി കുറവായിട്ട് കട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഹിപ്പ് വിഡ്ത്ത് നോക്കേണ്ടി വരുന്നത്. കാരണം അല്ലെങ്കിൽ അത് നോക്കാതിരുന്നാൽ നമ്മൾ പിന്നെ ഹിപ്പ് ടൈറ്റായിട്ട് വരും ഹിപ്പിൻ്റെ ഭാഗത്ത്. പക്ഷേ ചില ആൾക്കാർ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കുറച്ച് നല്ല രീതിയിലായിട്ട് സ്ലിറ്റ് ഇല്ലാത്ത മോഡൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും. കാരണം സ്ലിറ്റ് ഓപ്പൺ വേണ്ട, അത് ഇഷ്ടമില്ലാതെ കുറച്ച് ലൂസിലായി എടുത്തിട്ട് സ്ലിറ്റ് വേണ്ടാന്ന് വിചാരിക്കുന്ന അങ്ങനെയുള്ള, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് താഴെ വീതി കുറച്ച് കൂടുതലായിരിക്കും. ഏകദേശം ഒരു 20 ഒക്കെ എടുത്തിട്ടുണ്ടാവും. അതായത് മടക്കിയ അളവ് തന്നെ 20 ഉണ്ടാവും, 20 22 ഒക്കെ. അവരുള്ള തുണി ഇപ്പോൾ 44 ഇഞ്ച് വീതി തുണിയാണെങ്കിൽ അത് ഫുള്ള് മടക്കിയിട്ടായിരിക്കും അവരെടുക്കൽ. കാരണം അവർക്ക് കുറച്ച് ലൂസായിട്ട് സ്ലിറ്റ് ഇല്ലാത്ത മോഡലാണ് വേണ്ടത്. അങ്ങനെയുള്ളവർക്ക് ഈ ഹിപ്പിൻ്റെ വിഡ്ത്തും ഹിപ്പിൻ്റെ ലെങ്ത്തും പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമില്ല. അവർ വേസ്റ്റിൽ നിന്ന് നേരെ താഴെ വീതിയിലേക്ക് ജോയിൻ ചെയ്താൽ മതി. പിന്നെ അപ്പോൾ അത് നിങ്ങൾക്ക് ശ്രദ്ധിക്കുക. അതായത് ക്ലോസ്ഡ് ആയിട്ട് നല്ല ലൂസിൽ, പിന്നെ താഴെ വീതി നല്ല ലൂസാക്കിയിട്ട് ക്ലോസ്ഡ് ആയിട്ട് എടുക്കുന്നവർ ഹിപ്പിൻ്റെ വിഡ്ത്തും ഹിപ്പിൻ്റെ ലെങ്ത്തും നോക്കേണ്ട ആവശ്യമില്ല. വേസ്റ്റിൽ നിന്ന് നേരെ താഴെ വീതിയിലേക്ക് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ അങ്ങനെയുള്ളവർ താഴെ ഷേപ്പ് ചെയ്യണം, ഇല്ലെങ്കിൽ ഒരു വൃത്തികേടായിരിക്കും കാണാൻ. പിന്നെ നിങ്ങൾക്ക് ഞാൻ ക്ലാസ് നമ്പർ 5 നിങ്ങൾക്കൊരു ഹോംവർക്കൊക്കെ ഹോംവർക്ക് എന്ന് പറയില്ല, എല്ലാം ഹോംവർക്ക് തന്നെയാണല്ലോ. പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരളവ് എഴുതി തന്നിരുന്നു. അതായത് ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്ത് പഠിക്കാൻ പറ്റിയ ഒരളവ്. അപ്പോൾ അതെല്ലാവരും ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഒരു 2-3 എണ്ണമെങ്കിലും അത് നിങ്ങൾ കട്ട് ചെയ്ത് പഠിക്കണം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു പ്രാക്ടീസ് ആയിരിക്കും അതിലൂടെ ഉണ്ടാവുന്നത്. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം, ആ ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് പിന്നെ അതിൽ ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യണം. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇനി ഇതിൻ്റെ ബാക്കി, അതായത് കൈ കട്ട് ചെയ്യുന്ന ഭാഗം പിന്നെ ഇൻഷാ അല്ലാഹ് അത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഉടനെ കാണാം.